ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ലോക്ക്ഡൗൺ പീരീഡ് ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞങ്ങളിവിടെ സേഫായിട്ടിരിക്കുന്നു. അപ്പം കുട്ടി കുട്ടി പാചക പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് മഗ് കേക്ക് ആയിട്ടാണ്. ഈസി റെസിപ്പിയാണ്, ഓറിയോ എല്ലാം വെച്ചിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം അല്ലേ? അപ്പോൾ എൻ്റെ വേർഷൻ ഓഫ് ഓറിയോ മഗ് കേക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള നമ്മുടെ ഓറിയോ മഗ് കേക്ക് എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പോൾ ഇതിന് വേണ്ടി 6 ഓറിയോ ബിസ്ക്കറ്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുള്ളൂ. കാര്യം ബിസ്ക്കറ്റ്സിൽ ഓൾറെഡി മധുരമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് ബൈകാർബണേറ്റ് ഓഫ് സോഡ, നമ്മുടെ സോഡാക്കാരം, അത് ഒരൊറ്റ പിഞ്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നീട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാല്. ഓക്കെ, അതിനുശേഷം വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ബൈകാർബണേറ്റ് ഓഫ് സോഡ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു പുളിപ്പുള്ളൊരു ഏജൻറ്റ് വേണം. അപ്പം അതിന് ഞാൻ ചേർക്കുന്നത് നമ്മുടെ തൈരാണ്. തൈരിൻ്റെ അളവ് പറയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ, ഈ ഒരു സ്പൂണിൽ 1/2 ടേബിൾ സ്പൂൺ. ഓക്കെ, അതാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഹെർഷി സിറപ്പാണ്, അത് അലങ്കാരത്തിന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ഈ 6 ഓറിയോ ബിസ്ക്കറ്റ്സ് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് വിട്ടുപോയി, അത് നമ്മുടെ സെറിലാക്കാണ്. ഓക്കെ, അപ്പോൾ വീറ്റ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ സെറിലാക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ മൈദയ്ക്ക് പകരം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഇത്തിരി, ഒരൊറ്റ ടീസ്പൂൺ അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ വിട്ടുപോയി. ഇതിൻ്റെ മോളുടെ സെറിലാക്കാണ്. അപ്പോൾ ഒന്ന് വെച്ച് ഉണ്ടാക്കി നോക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ തന്നെ ടീസ്പൂൺ ഉണ്ടാവുമല്ലോ അതിനകത്ത്. അപ്പം ആ ഒരു അളവിൽ ഒരൊറ്റ ടീസ്പൂൺ ലെവൽഡ് അതും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യണതെന്ന് നോക്കാം. അപ്പം ഞാൻ ബട്ടർ ഏത് മഗ്ഗിലാണോ ഉണ്ടാക്കുന്നത് ആ മഗ്ഗിൽ നേരത്തെ പറഞ്ഞ അളവിലുള്ള ബട്ടർ ഇട്ടിട്ട് ഉരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ടുള്ളൂ. ഇനി അതിനകത്തോട്ട് പഞ്ചസാര ഇടാം. ഈ പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി. ഇനി അതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പാല്, ഓക്കെ, ആ പാല് ചേർത്തു. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനകത്തോട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന തൈര് അത് ചേർക്കാം. ഓക്കെ, അത് ചേർത്തതിന് ശേഷം സോഡ, ഒരു നുള്ള് സോഡ ഞാൻ എടുക്കുന്നുള്ളൂ. അത്ര മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇതിലോട്ട് 1 സ്പൂൺ സെറിലാക്ക് ഞാൻ ചേർക്കുന്നു. പിന്നീട് ബാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്, 6 ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത്. ഓക്കെ, കുറേശ്ശായിട്ട് ഇടാം. ഇതിപ്പോൾ ഈ മഗ്ഗിന് പാകമുള്ളതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതാണ് ഈ അളവിൽ ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ മഗ്ഗിന് വലിപ്പം ഉണ്ടെങ്കിൽ ആ ഒരു അളവ് നിങ്ങൾ കൂട്ടിയെടുത്ത് ചെയ്യാം. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ കൺസിസ്റ്റൻസി? ഈ കൺസിസ്റ്റൻസിയിൽ ഇത് നമ്മുടെ മൈക്രോവേവിൽ 1 മിനിറ്റ് വെക്കുന്നു. അപ്പം എൻ്റെ ഒരു ഓർഡിനറി മൈക്രോവേവ് ആണ്, ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ. അപ്പോൾ അതിൽ 4 എന്നുള്ള ടെമ്പറേച്ചറിലാണ് ഞാൻ 1 മിനിറ്റ് വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിത് മൈക്രോവേവിൽ വെക്കാൻ പോവാണ്. ടെമ്പറേച്ചർ ഞാൻ 4-ൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ടാവും. നോക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. വാവ്, നോക്കൂ,
എന്താ പറയുക, കേക്കിൻ്റെ മണടിച്ചിട്ട് എൻ്റെ മോള് വന്നിട്ടുണ്ട്. കേക്ക്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ ഹെർഷീസ് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടൊന്ന് അലങ്കരിക്കാം. കണ്ടോ? ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെക്സ്ചർ കാണിച്ചു തരാം. കണ്ടോ? നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഈ മഗ് കേക്ക് ട്രൈ ചെയ്ത് നോക്കൂ. ഓറിയോ ബിസ്ക്കറ്റ്സ് എല്ലാവരും വാങ്ങിക്കുന്നതാണ്. ഒന്ന് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഓറിയോ മഗ് കേക്ക് എത്ര ഈസിയാണ് ഉണ്ടാക്കാൻ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണം കേട്ടോ. നല്ല മണമാണ്. അത് മണം മാത്രമല്ല, നല്ല രുചിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും കണ്ടല്ലോ കേക്കിൻ്റെ മണടിച്ചപ്പോൾ എൻ്റെ കുഞ്ഞുവാവ് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thank you.